ടീമേറ്റിനെ അടിച്ചു കേട്ടോ ഇവൻ. വേറെ ആരുമല്ല, അവർ സ്ട്രീമറായിരുന്നു. സ്ട്രീമറിനെ അടിക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് പോയി. എന്താ നടന്നതെന്ന് കണ്ടോ? സ്ട്രീമർ ആണെങ്കിൽ അവിടെ ബിസിയാണ്. സ്ട്രീമറിന്റെ ടീമേറ്റ് ഒക്കെ അവിടെ വേറെ ഫൈറ്റിലാണ്. സ്ട്രീമർ ആണെങ്കിൽ നൈസായിട്ട് അവിടെ കുഞ്ഞിരിക്കുകയാണ്. നമ്മളെ പുഷ് ചെയ്ത ഉടനെ അവരാണ് 4-5 ഗ്രനേഡ് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ഇപ്പൊ നോക്കോ എന്താ നടക്കാൻ പോകുന്നത്. ഇപ്പൊ കാണിക്കുന്നത് നമ്മുടെ സ്ട്രീമറിന്റെ POV ആണ് കേട്ടോ മച്ചാന്മാരെ. പല ഇടങ്ങളിലും ഗൈസ് സ്ട്രീം സ്നൈപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇത് സ്ട്രീം സ്നൈപ്പ് അല്ല ഗൈസ്, ഇതൊരു റിവഞ്ച് ആണ്. കാരണം നമ്മുടെ ടീമേറ്റിനെ അടിച്ചല്ലോ. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ റഷ് ചെയ്യുന്നതെന്ന്. മാസമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് അവനെ അങ്ങോട്ട് കയറി അടിക്കാൻ പോകണേ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഗൈസ് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അടിച്ച് താഴ്ത്തപ്പെടാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. കാരണം സ്കില്ലില്ല, പെർഫോമൻസ് ഇല്ല, വ്യൂസ് പോരാ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ഫോളോവേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റക്കാരും പിന്നെ ഈ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണല്ലേ. കാരണം എന്ന് വെച്ചാൽ ഗൈസ് ഈഗോ എല്ലാവരും മനസ്സിൽ ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് കണ്ടുകൂടാ, അതാണ് പ്രശ്നം. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഒരാൾ നന്നാവുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവനങ്ങ് അവിടെ എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് അടിച്ച് താഴ്ത്തപ്പെടുമല്ലേ എന്നും. ഗൈസ് സ്കില്ലുള്ളവൻ എന്നും മുന്നിൽ വരാനായിട്ട് കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ മുന്നിൽ വരാനായിട്ട് നോക്കുന്നത്. പക്ഷേ സപ്പോർട്ട് വളരെ കുറവായതുകൊണ്ട് മച്ചന്മാരെ നമുക്കവിടെ സപ്പോർട്ട് കയറി വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. കഷ്ടപ്പെട്ടാലേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. അത് വേറൊരു കാര്യം ഗൈസ്. നമ്മൾ വീഡിയോ ഇടാൻ നേരിട്ട് കുറേ വർഷങ്ങളായി. കാരണം നമ്മുടെ 2 ചാനൽ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന്. പിന്നെ ഇതിപ്പോൾ 3ാമത്തെ ചാനലാണ് ഗൈസ്. മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് തരാൻ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. സപ്പോർട്ട് തരാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഗൈസ് നിങ്ങളിൽ നിന്നുള്ള പെർഫോമൻസ് ഗൈസ് വളരെ ലെസ്സാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് കുറവാണ് വളരെ. അപ്പോൾ നമ്മുടെ ആ വ്യൂസ് തിരിച്ചു കൊണ്ടുവരണം ഗൈസ്. നിങ്ങൾ വിചാരിച്ചാലേ വരത്തുള്ളൂ ഗൈസ്. നിങ്ങളുണ്ടെങ്കിലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. സബ്സ്ക്രൈബേഴ്സിനെ വെറുതെ അല്ല ഗൈസ്, നമ്മളെല്ലാവരും ഒരാൾ ഹാപ്പി ആവുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ് അയാൾ ചെയ്യുന്ന വർക്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാകുമ്പോഴാണല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാർ സ്പ്രേ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നോക്കോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും സപ്പോർട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രീമർ അടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ച് ക്ലച്ചൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ടീമേറ്റിനെ റഷ് ചെയ്യുകയാണ്. റഷ് ചെയ്യുന്ന ടൈമിൽ എവിടെ നിന്നൊക്കെയോ സ്കോഡ് കയറി വരുന്നത്. 2 പേരെ ഓൾറെഡി നോക്ക് ചെയ്ത കാരണം ഗൈസ് അപ്പോഴത്തേക്ക് കാർ എടുത്ത് 2 പേര് പുഷ് ചെയ്ത് കേട്ടോ. അപ്പോഴത്തേക്ക് അവന്മാരടിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഗൈസ് നിങ്ങളെ കുറ്റം പറയുമല്ല ഗൈസ്. മാക്സിമം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തേക്കും. നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല കേട്ടോ. ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു നഷ്ടവും ഇല്ല മച്ചാൻ വരെ. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഗൈസ് ഓരോരുത്തരും വീഡിയോ ഇടുന്നത് ഗൈസ് വളരെ കഷ്ടപ്പെട്ടായിരിക്കും കേട്ടോ. അവരുടെ ഓരോ സാഹചര്യങ്ങളും ഓരോ തെറിയും, അതായത് 100 തെറി കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ. എഡിറ്റ് ചെയ്യാൻ സമയമോ ഒന്നും കാണില്ല. ഞാൻ തന്നെ VPN വെളിയിലിരുന്ന് കളിച്ചിട്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഗൈസ്. അതിലൊരു സപ്പോർട്ട് തരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ശരി, എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മച്ചാൻ വരെ.